മക്കത്ത് പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. മനുഷ്യന് മക്കത്തോടോ അല്ലെങ്കിൽ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല. മനുഷ്യന്റെ പ്രതിബദ്ധത നേരിനോട് മാത്രമാണ്. ഇത് പറയാനാണ് മുഹമ്മദ് വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തോടുള്ള മദീനത്ത് പോയി മരിക്കണമെന്ന് ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മൂത്തേടത്തേക്ക് വരണം എന്നാണ്. ഞാൻ മരിച്ചാൽ മദീന മൂത്തേടത്ത് വരുമെന്നാണ് എന്റെ വിശ്വാസം. ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമായ മക്കയിൽ പോകുന്നത് കൊണ്ട് പ്രത്യേക കാര്യമൊന്നുമില്ല. മദീനയിൽ മരണം ആഗ്രഹിക്കുന്നത് കൊണ്ട് പ്രത്യേകം നേട്ടമൊന്നുമില്ല. അഥവാ മക്കൾക്കും മദീനക്കും പ്രത്യേകം പവിത്രതയൊന്നും അതിൻ്റെതായത് ഇല്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം വേദനയുണ്ടാക്കുന്ന വാക്കുകളാണ് ഇദ്ദേഹം പറഞ്ഞത് എന്ന് നാം മനസ്സിലാക്കണം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമായി തീരുന്ന വാക്കുകൾ. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മക്ക മദീന എന്ന് പറയുന്നത് ഒരു വികാരമാണ്. മക്കയിലൊന്ന് എത്താൻ, മദീനയിലൊന്ന് എത്താൻ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്ന് സലാം പറയാൻ, ആ പുണ്യഭൂമിയിൽ ഒന്ന് കാലുകുത്താൻ ആഗ്രഹിക്കാത്ത മുഅ്മിനീങ്ങൾ ഉണ്ടാവുകയില്ല. അവസാനം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന, സ്വഹാബത്ത് ചുറ്റും കിടക്കുന്ന ആ പുണ്യഭൂമിയിൽ, ആ ബഖയിൽ ഒന്ന് അടങ്ങാൻ, അവിടെ അന്ത്യവിശ്രമം കൊള്ളാൻ ആഗ്രഹിക്കാത്ത അള്ളാഹുവിന്റെ റസൂലിന്റെ മുഹിബ്ബീങ്ങൾ ഉണ്ടാവുകയില്ല. ആ മദീനയെ കുറിച്ചാണ് റഹ്മത്തുള്ളാഹി ഖാസിമി പറയുന്നത്, ആ മദീനയിൽ ഞാൻ മരണപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം മദീനയെ വെറുപ്പുളവാക്കുന്ന വാക്കുകളാണത്. മദീനയുടെ മഹത്വം പരിശുദ്ധ ഖുർആനിൽ തന്നെ മഹത്വം പറഞ്ഞിട്ടില്ലേ? എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത്? പരിശുദ്ധ ഖുർആനിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഫല്ലദീന ഹാജറു ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയവർ, മിൻ ബഅദി മാ ളുലിമു, അവർ ആക്രമിക്കപ്പെട്ടതിന്റെ ശേഷം, ലനുബവ്വി അന്നഹും ഫിദ്ദുനിയ ഹസന, ഏറ്റവും ഹസനായ ദുനിയാവിൽ ഏറ്റവും ഹസനായ ഏറ്റവും നല്ല സ്ഥലത്തേക്ക് അവരെ നാം ഇറക്കി പാർപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, മദീന എന്ന് പറയുന്നത് ദുനിയാവിൽ മക്കയെ പോലെ തന്നെ ഏറ്റവും മഹത്വമുള്ള ഒരു നാടാണ് മദീന എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിളംബരം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ മദീനയ്ക്ക് ഒരു മഹത്വവുമില്ല എന്ന് പറയുമ്പോൾ അത് ഖുർആനിനോട് എതിരായതാകും. അങ്ങനെ ഖുർആനിനോട് എതിരായതാകുമ്പോൾ ഈമാൻ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മദീനയുടെ മഹത്വം പറഞ്ഞതും എമ്പാടുമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമിർതു ബിഖറിയത്തിൻ, എന്നോട് ഒരു നാട്ടിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു. എങ്ങനത്തെ നാടാണ്? ആ നാടിന്റെ വിശേഷണം പറയുകയാണ്, തഅ്കുലുൽ ഖുറ, മറ്റു എല്ലാ നാട്ടിലെ ആളുകളെക്കാളും മികച്ച സംസ്കാരമുള്ള ആളുകളായിരിക്കും ആ നാട്ടിലുണ്ടാവുക എന്ന വിശദീകരണം കൊണ്ട് മഹാനായ ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു ഈ ഹദീസിന്റെ വിശദീകരണം കൊടുത്തത് കാണാം. ആ നാടിനെ കുറിച്ച് യഖൂലൂന, മുനാഫിഖീങ്ങൾ പറയും, യസ്രിബ്, ആ നാടിന്റെ പഴയ പേരാണ്, മദീനയുടെ പഴയ പേരാണ് യസ്രിബ് എന്നുള്ളത്. വഹിയൽ മദീനത്തു, അതാണ് മദീന, അത് മദീനയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പേര് വെച്ചു. ആ മദീനയുടെ പ്രത്യേകത, തംഫിന്നാസ, ജനങ്ങളുടെ എല്ലാ ശർറുകളെ തൊട്ടും ആ നാട് കാക്കും, ആ നാട് സംരക്ഷിക്കും. പ്രയാസങ്ങളെ തൊട്ടും ആ നാട് സംരക്ഷണമേകും. ഏതുപോലെ ഒരു കൊല്ലന്റെ കയ്യിൽ തുരുമ്പ് പിടിച്ച വാള് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതിനെ സ്ഫുടം ചെയ്യുന്നത് പോലെ ഏതൊരു മനുഷ്യനെയും സ്ഫുടം ചെയ്യാൻ മാത്രം കഴിവുള്ളതാണ് പരിശുദ്ധമായ മദീന എന്ന് അള്ളാഹുവിന്റെ റസൂൽ വളരെ വ്യക്തമായി നമുക്ക് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പഠിപ്പിച്ചു തരികയാണ്, ഉദ്ബോധനം നൽകുകയാണ്. ആ നാടിനേക്കാൾ എന്റെ നാടാണ് അഥവാ മുത്തേടത്തേക്ക് മദീന വരണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ എത്രമാത്രം അപകടമാണ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലം വരും, ആ കാലഘട്ടത്തിൽ യമനും ഇറാഖും ഷാമുമെല്ലാം ഫതഹാക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ മദീനയിലുള്ള പല ആളുകളും പ്രസ്തുത നാട്ടിലേക്ക് യാത്ര പോകും. അവരുടെ കുടുംബക്കാരെയും അവരുടെ ബിസിനസ്സും അവരുടെ എല്ലാ കച്ചവടങ്ങളും അവരുടെ എല്ലാ
ജീവികളെയും തൊളിച്ചുകൊണ്ട് അവർ മറ്റു നാടുകളിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞത് വൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ, മദീനയാണ് അവർക്ക് ഖൈറ്, അവർ അറിയുന്നവരാണെങ്കിൽ, അവർ മദീനയെ കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് മദീനയാണ് ഏറ്റവും ഖൈറെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മദീന വളരെ പുണ്യമായ സ്ഥലമാണ്. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കിട്ടിയ നന്മയുടെ നാടാണ് മദീന എന്നുള്ളത്. ആ മദീനയെ കുറിച്ച് നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്കും എല്ലാവർക്കും ഏറ്റവും ഖൈറായ നാട് മദീന തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.